ഹേ ഗായ്സ്, സോ ഇന്ന് എൻ്റെ വെഡ്ഡിങ് ഡേ ആണ്. അങ്ങനെ ഞാൻ കാത്തിരുന്ന ആ ദിവസം എത്തി. ഞങ്ങൾ ഇത്രയും നാളത്തെയും ഓട്ടം എല്ലാം ഇന്നൊരു ദിവസം കൊണ്ട് കഴിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഓബായ് താമരയിലാണ് മേക്കപ്പ് ചെയ്യാൻ പോയത്. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലിയുണ്ട് കൂടെ. സുജിത്തേട്ടനാണ് എന്നെ മേക്കപ്പ് ചെയ്യുന്നത്. അന്ന് സജിത്തേട്ടൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സജിത്തേട്ടൻ്റെ കൂടെ വന്ന ചേച്ചിയാണ്. പിന്നെ നമ്മുടെ ശബരി ചേട്ടനും കൂടെ ഉണ്ട്. ചേട്ടനാണ് എൻ്റെ ഫുൾ സ്റ്റൈലിങ് മൊത്തവും നോക്കുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ വലിയ കോട്ടൊക്കെ എടുത്തിട്ട് ഞാൻ റെഡി ആവാൻ പോവാണ്. ശരിക്കും എൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ എൻ്റെ കല്യാണത്തിന് റെഡി ആവുകയാണെന്നുള്ളൊരു ഫീലില്ലായിരുന്നു. ആക്ച്വലി ഏതോ ഒരു ഇവൻറ്റിന് വേണ്ടി ഞാൻ റെഡി ആവുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഫീൽ ഇങ്ങനെ വന്നു തുടങ്ങി. ഇതാണ് രഞ്ജിനി ചേച്ചി. ചേച്ചിക്ക് ആക്ച്വലി ബ്ലാക്ക് ഗോൾഡ് ഡിസൈൻ സ്റ്റുഡിയോ ബൊട്ടീക്കും ഉണ്ട്. അതുപോലെ തന്നെ ചേച്ചി മെയിനായിട്ട് ഫ്ലവേഴ്സ്, നമ്മുടെ കല്യാണ പെണ്ണിന് വെക്കാനുള്ള പൂക്കൾ നമ്മൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നേരത്തെ പറയുകയാണെങ്കിൽ ചേച്ചിക്ക് വീട്ടിൽ തന്നെ ആളുകൾ ഇരുത്തിയാണ് ചേച്ചി ചെയ്യുന്നത്. നമ്മുടെ സാരിയുടെ കളറ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതേപോലെ നമ്മുടെ സാരിക്ക് ചേരുന്ന എന്താ പറയുക പൂക്കൾ ചേച്ചി സെറ്റ് ചെയ്ത് കൊണ്ടുവരും. സോ ചേച്ചിനെ അറിയില്ലാത്തവർ ബ്ലാക്ക് ഗോൾഡ് സ്റ്റുഡിയോ ഡിസൈനർ സ്റ്റുഡിയോ എന്ന് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്താലേ മനസ്സിലാകും. ചേച്ചിയാണ് ഓൾമോസ്റ്റ് മിക്ക ആർട്ടിസ്റ്റുകൾക്കും മിക്ക ബ്രൈഡ്സിനും ഇവിടെ ഫ്ലവർ കൊടുക്കുന്നത് ചേച്ചിയാണ്. അത് മാത്രമല്ല വരമാല, നമ്മൾ സ്റ്റേജിൽ ബ്രൈഡ് ആൻഡ് ഗ്രൂം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന മാലയായിക്കോട്ടെ, അതുപോലെ തന്നെ ഗ്രൂമിനെ വെൽക്കം ചെയ്യുന്ന ഹാരം, ഇതെല്ലാം ചേച്ചി അറേഞ്ച് ചെയ്ത് വരും. അതും നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട്. എൻ്റെ ഓറഞ്ച് വയലറ്റ് സാരിക്കും ഗോകുലിൻ്റെ ഇതിനും മാച്ചിങ് ആയിട്ടുള്ള ഫ്ലവർ ആയിരുന്നു കൊണ്ടുവന്നത്. അങ്ങനെ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ഡയറക്ട്ലി ടു ഹെയർ സ്റ്റൈൽ. ആക്ച്വലി സജിത്തേട്ടൻ്റെ അടുത്ത് ഞാൻ നേരത്തെ ട്രയൽ മേക്കപ്പിനോ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ട്രയൽ നോക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. അതുപോലെ തന്നെ ഈ ബ്ലൗസ് ഞാനിതൊന്നും കണ്ടിട്ടുകൂടിയില്ല. ശബരി ചേട്ടൻ തലേന്നാണ് എനിക്ക് ബ്ലൗസ് തരുന്നതും ഇടുന്നതും. ഞാൻ കംപ്ലീറ്റ്ലി രണ്ടുപേരെയും, ശബരി ചേട്ടനെയും സജിത്തേട്ടനെയും ഫുള്ളി ട്രസ്റ്റ് ചെയ്തിട്ട് ഞാൻ വന്നു. പക്ഷെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എന്നെ സജിത്തേട്ടൻ ഒരുക്കിയതും. അതുപോലെ തന്നെ ശബരി ചേട്ടൻ്റെ ആ ബ്ലൗസിൻ്റെ വർക്ക് പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ഫിനിഷിംഗ് ആണ്. പിന്നെ ഞാൻ തലയിൽ നടുക്ക് ഒരു ചുട്ടി പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, സെൻറ്റർ പീസ്. അത് ഒറ്റ പീസല്ല, അത് ആക്ച്വലി ഓരോരോ പീസ് തലമുടിയിൽ തുന്നി വെച്ചതാണ്. അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ടായിരുന്നു ഗൈസ്. കുറച്ച് എഫേർട്ട് എടുത്താണ് എൻ്റെ ഈ മേക്ക് ഓവർ ലുക്ക് ചെയ്തത്. പിന്നെ എന്നെ സാരി ഉടുപ്പിച്ചത് അശ്വതി ചേച്ചിയാണ്. ആക്ച്വലി എനിക്ക് ഡ്രേപ്പിസ്റ്റിന് തലേന്ന് വരെയും കിട്ടിയിട്ടില്ലായിരുന്നു. ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഫൈനലി കിട്ടിയതാണ് അശ്വതി ചേച്ചീനെ. പിന്നെ എൻ്റെ ഫസ്റ്റ് ലുക്കിൻ്റെ ഓർണമെൻറ്റ്സ് മൊത്തം AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എറണാകുളം, അവരുടെ അടുത്തു നിന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് ലുക്ക് ഓർണമെൻറ്റ്സ് മൊത്തം. ഭയങ്കര ബ്യൂട്ടിഫുൾ ഓർണമെന്റ്സ് ആയിരുന്നു. പിന്നെ എൻ്റെ ഈ ഹെയർ ആക്സസറീസ് കുഞ്ചലം തൊട്ട് ആ മുടിയിൽ ഫുൾ വെച്ചിരിക്കുന്ന ചെലങ്ക മണികൾ ഫുൾ ശബരി ചേട്ടൻ്റെ ഐഡിയ ആയിരുന്നു. ചേട്ടാ അന്ന് റെഡി ആവാൻ വന്നപ്പോഴാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു ശബരി ചേട്ടൻ. അങ്ങനെ ഞാൻ റെഡിയായി എൻ്റെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ സോളോ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എടുക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഗോകുലിനെ കണ്ടിട്ടില്ല, ഗോകുലിനെ കാണാൻ പോവാണ്. അങ്ങനെ ഗോകുല് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഗോകുലിനൊരു ഫ്രണ്ടിൻ്റെ വില്ലയിൽ വെച്ചിട്ടായിരുന്നു. അവന് മേക്കപ്പ് ചെയ്തത് മേക്കപ്പ് ആർട്ടിസ്റ്റ് അനീഷ് മാധവാണ്. സോ ആള് അങ്ങനെ റെഡിയായി. ഓക്കെ ഗൈസ്, സോ ഞാൻ റെഡിയായി. ഇനി നയന ജോസൻ റെഡിയായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനും നൻപനും കൂടി സ്ട്രെയിറ്റ് ടു ഓബായ്. ഓക്കെ, സോ അവിടെ പോയിട്ട് ഫസ്റ്റ് ലുക്ക് കാണും. മരുന്ന് ഉറങ്ങിയില്ല കേട്ടോ. 2, 3 എത്ര മണിക്ക് ഉറങ്ങി? 3 മണിക്ക്. 6 മണിക്ക് അല്ലേ?
1 മണിക്ക് നീ മേക്കപ്പ് മാനിനെ വിളിക്കാൻ പോയില്ലേ? 1 മണിക്ക് 1:30 എത്ര മണിക്ക് എത്തി? 2:45 എത്തിയത്. നീ എനിക്ക് 1:30 മെസ്സേജ് ഇട്ടില്ലേ? ഓ അവരെത്തിന്ന് പറഞ്ഞിട്ട് 2:45. ഓക്കെ 2:45 ഇവൻ കാത്തിരുന്നു. ഇവൻ അവരെ പോയി പിക്ക് ചെയ്തു. എന്നിട്ട് അവൻ ഹോം സ്റ്റേയിൽ പോയി. അവിടെ തന്നെ അവൻ കിടന്നുറങ്ങി. കണ്ട, അവൻ ഡ്രസ്സൊന്നും ചെയ്തില്ല. നോർമൽ ഡ്രസ്സ് എല്ലാത്തിലും കാണും. ഓരോ കല്യാണത്തിന് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെയാണ്. റെഡി ആവാൻ പറ്റില്ലായിരിക്കും. പല്ല് പോലും തേച്ച് കാണില്ല. പല്ലേ ചേട്ടാ കണ്ട പോയിന്റ്. അങ്ങനെ ഗോകുല് വന്നു. ഞങ്ങൾ ഫസ്റ്റ് ലുക്കൊക്കെ രണ്ടുപേരും കണ്ടു. അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഇല്ല ഗൈസ്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും നന്ദുവും കണ്ട റിയാക്ഷൻ നിങ്ങൾക്കിപ്പോൾ കാണാം. ബാക്ക് തിരിഞ്ഞ് കാണിച്ചോളൂ. നിങ്ങളല്ലേ ഹലോ, ഒന്നുമില്ല. ഇവിടെ എന്നെ കൊണ്ടാക്കിട്ട് അവൻ തിരിച്ചു വരും. ഇങ്ങനെ വെയിറ്റ് ഒന്നും ഞാൻ ചെയ്യൂല. ലേറ്റ് ആക്കല്ലേ. വൈഷ്ണവിനെ വിളിച്ചാൽ വൈഷ്ണവിനെ കിട്ടിയില്ലെങ്കിൽ ബാലു. ഓക്കെ അങ്ങനെ ഞങ്ങളുടെ കല്യാണം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടായിരുന്നു, കഴക്കൂട്ടം. സോ ഗോകുൽ രാവിലെ 10:30 സ്വീകരണം. അപ്പോൾ ഗോകുൽ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൺവെൻഷൻ സെന്ററിലേക്ക് എത്തി. ഞാൻ എൻ്റെ എൻട്രി ഒരു 11:45 ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെയാണ് വന്നത്. സോ ഗോകുലിനെ വെയിറ്റ് ചെയ്ത് അവിടെ എല്ലാവരും റെഡിയായിരുന്നു. ഫ്രണ്ടിൽ ചെണ്ടമേളം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നയൻസിക്ക് പോവാണ് ഗൈസ്. എന്നെ വിട്ടിട്ട് അങ്ങനെ കല്യാണവും താലികെട്ടും എല്ലാം കഴിഞ്ഞ് ഞാൻ ഗൂഗിളിൻ്റെ വീട്ടിലെത്തി. പകുതി കൂടുതൽ വീഡിയോസും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് എൻ്റെ കയ്യിലായിരുന്നില്ല ഫോണൊക്കെ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ആയിരുന്നു. അറിയാലോ, ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ കല്യാണം ശരിക്കും അടിച്ചു പൊളിച്ചു. സോ അങ്ങനെ ഞാൻ ഗൂഗിളിൻ്റെ വീട്ടിൽ കയറാൻ പോവാണ്, വിളക്കൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഗോകുലിൻ്റെ അമ്മ ആരതി ഒഴിഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെയും കയറ്റാണ്.
ഗായ്സ് നമ്മളിവിടെ അച്ഛന്റെയും നയനയുടെയും ആദ്യരാത്രി ആഘോഷിക്കുകയാണ്. ഞാൻ ഇനി അകത്ത് കയറട്ടെ. ആനയിക്കുകയാണ്. അവരുടെ കട്ടപ്പുക ആവാതിരിക്കാനായിട്ട് നമ്മൾ ആശംസിക്കുന്നു. ഓക്കെ, ഇത് നമ്മുടെ കുടുംബത്തില് അതങ്ങനെയല്ല, നടന്നു പോവും. അവന്റെ കൂടെ നടന്നു പോണം. അങ്ങനെ ഗൂഗിളിലെ കസിൻസ് എല്ലാവരുടെയും വക ഒരു കലാപരിപാടിയായിരുന്നു ഇത്. ആ ഒരു ഫ്ലവറൊക്കെ വെച്ച് ഫുൾ അറേഞ്ച് ചെയ്ത് കട്ടപ്പുക എന്നൊക്കെ എഴുതി ഭയങ്കര അടിപൊളി ഡെക്കറേഷനൊക്കെ ആയിരുന്നു. അങ്ങനെ അവരെല്ലാവരും നമുക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു പോയി. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ വെഡ്ഡിങ് ഡേ കഴിഞ്ഞു ഗൈസ്. സോ ഒരൊറ്റ സ്നാപ്പിൽ എല്ലാം കഴിഞ്ഞ പോലെയാണ്. ഇത്രയും കാലം ഞങ്ങൾ വെയിറ്റ് ചെയ്തതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഡേ പക്ഷേ പാർട്ടി ഉണ്ട്, അതാണ് ഒരാശ്വാസം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു വിട്ട് അങ്ങനത്തെ ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ കഴിഞ്ഞു. സോ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ഡേ വ്ളോഗ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.